Today we will be discussing the functions associated with a continuous random variable. നമ്മൾ ഓൾറെഡി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ അതിൻ്റെ PDF-നെ പറ്റിയും CDF-നെ പറ്റിയും എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. Now we are going to define the same functions for a continuous random variable. So here we have a continuous random variable capital X. A random variable is said to be continuous if it takes infinite number of real values in an interval. അല്ലേ? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ we can write it as a less than or equal to x less than or equal to b. That is, x takes infinite number of real values in the interval ab. അങ്ങനെയാണെങ്കിൽ normally we write a range of x എന്ന് പറയുന്നത് is either written as a less than or equal to x less than or equal to b, or we can say that x lies in the interval a to b. So കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് ഇങ്ങനെ 1, 2, 3 ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി റെപ്രസെൻറ്റഡ് ആസ് ബിലോങ്ങിങ് ടു ആൻ ഇൻ്റർവൽ. അപ്പോൾ ഈ രീതിയിലെ ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ is also called the cumulative distribution function or CDF. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് ആദ്യം അതിൻ്റെ CDF-ൽ നിന്ന് തുടങ്ങാം. The CDF or the distribution function of a continuous random variable is denoted by capital F of x. ഡിസ്ക്രീറ്റിൻ്റെ കേസിലെ പോലെ തന്നെയാണ്, and it is defined as probability of x less than or equal to small x. So the CDF or DF of a continuous random variable capital X is denoted by capital F of x and is defined as probability of x less than or equal to small x. ശരിക്കും the probability density function ഡിസ്ക്രീറ്റ് കേസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നൊക്കെ ഡിനോട്ട് ചെയ്തിരുന്നു. അങ്ങനെയും പേര് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് സ്മോൾ എഫ് എക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ PX എന്ന് എഴുതാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ മാത്രം. കണ്ടിന്യൂസിൻ്റെ കേസിൽ നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ സ്മോൾ എഫ് എക്സ് എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ്. ഇങ്ങനെ, അതായത് സ്മോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു d/dx ഓഫ് ക്യാപിറ്റൽ എക്സ്. ഇങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ എഫ് എക്സ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ ആക്ച്വലി സ്മോൾ എഫ് എക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യുവർ റാൻഡം വേരിയബിൾ എക്സ് lies in an infinitesimally small interval x plus delta x. അതായത് കറക്റ്റായിട്ടൊരു നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ സ്മോൾ എക്സിനെ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നാണ്. ഇതാണ് ഡിസ്ക്രീറ്റ് കേസിലെ ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷൻ കണ്ടിന്യൂസ് കേസിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം കണ്ടിന്യൂസ് കേസിൽ നമ്മൾക്ക് എക്സിൻ്റെ സ്പെസിഫിക് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളുടെ റാൻഡം വേരിയബിൾ 0ക്കും 1നും ഇടയിലാണ് കിടക്കുന്നത്. അതായത് 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 എന്നാണെങ്കിൽ 0 എന്നുള്ള ഫസ്റ്റ് വാല്യൂ ഓഫ് കോഴ്സ് നമുക്ക് പറയാം. അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ കണ്ടിന്യൂസ് കേസിൽ പറയാൻ പറ്റില്ല. ഇസ് ഇറ്റ് 0.00001 അല്ലെങ്കിൽ 0.0000 ഒരു 100 സീറോസ് കഴിഞ്ഞിട്ടൊരു 1 അല്ലെ 10,000 സീറോസ് കഴിഞ്ഞിട്ടൊരു 1. അങ്ങനെ ഒരു എക്സാക്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ PDF-നെ കണ്ടിന്യൂസ് കേസിൽ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. Okay, so the probability density function of a continuous random variable capital X can be defined as small f of x is equal to P of probability that x lies in the interval x comma x plus delta x, where actually delta x is an extremely small value. Delta x almost tends to 0. അതായത് PDF can be defined as probability of small x less than or equal to capital X less than or equal to x plus
ഡെൽറ്റ എക്സ്. അപ്പം സ്പെസിഫിക് ആയിട്ട് PDF-നെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് PDF-നെ പറ്റി പറയാം. വൺ വേ വി ക്യാൻ സേ ദാറ്റ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x plus delta x, where delta x tends to 0. Delta x is extremely small. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെയും ഡിഫൈൻ ചെയ്യുന്നത്. The distribution function capital F x is p of x less than or equal to small x. Small f of x is p of x less than or equal to capital X less than or equal to x plus delta x. ഇനിയും വേറൊരു കാര്യം, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ആക്ച്വലി നമ്മൾ കണ്ടിന്യൂസ് കേസിൽ വി ഹാവ് ലേൺ ഡിസ്ക്രീറ്റ് കേസിൽ വി ഹാവ് ലേൺഡ് എ പ്രോപ്പർട്ടി ഓഫ് എഫ് എക്സ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ PDF-ൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് ഒരു പ്രോപ്പർട്ടി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു എ ടു ബി എഫ് എക്സ്. ഓർക്കുന്നുണ്ടോ? ഒരു ഇൻ്റർവെലിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ആ ഇൻ്റർവെല്ലിലെ വാല്യൂസിനനുസരിച്ച് എഫ് എക്സിനെ വാല്യൂസിൻ്റെ PDF-കളെ തമ്മിൽ സം ചെയ്താൽ മതി. ഇതിനോട് എക്സാക്ട്ലി സിമിലർ ആയിട്ട് കണ്ടിന്യൂസ് കേസിൽ സംഭവിക്കുന്നത് എന്നു വെച്ചാൽ ഈ സമ്മേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ആയിട്ട് മാറും. കാരണം ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഇൻ്റർവെൽസിലെ സമ്മിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതേ പ്രോബബിലിറ്റി കണ്ടിന്യൂസ് കേസിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. Okay, that is p of a less than or equal to x less than or equal to b equal to integral a to b small f of x dx. ഇനി ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ എഫ് എക്സിനെ, ഇപ്പം നമ്മൾ എങ്ങനെയായിരുന്നു ക്യാപിറ്റൽ എഫ് എക്സിനെ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ ഒരു പ്രോബബിലിറ്റിയും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമ്മളുടെ ബിയുടെ വാല്യൂ ആണ് സ്മോൾ എക്സ് എന്ന് തന്നേക്കുന്നത്, എയുടെ വാല്യൂ തന്നിട്ടില്ല. ഒരു ഇൻ്റർവെല്ലിലെ ലോവർ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? എക്സിൻ്റെ പോസിബിൾ മിനിമം വാല്യൂ എടുക്കും. ദാറ്റ് ഈസ് ഈ ഒരു പ്രോബിലിറ്റി ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ആസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഡി എക്സ്. ശരിയല്ലേ? എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ മാത്രമാണ് എക്സ് എന്ന് തന്നേക്കുന്നത്, എയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും പോസിബിൾ മിനിമം വാല്യൂ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഒന്നിലും മൈനസ് ഇൻഫിനിറ്റി എടുക്കാം, അല്ലെങ്കിൽ എന്താണോ ആ ഒരു പെർട്ടിക്കുലർ റാൻഡം വേരിയബിളിൻ്റെ മിനിമം വാല്യൂ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇങ്ങനെയും ഇതിനെ എഴുതാം. ഐ ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എഫ് എക്സ് ഡി എക്സ്. സെയിമിനെ ഞാൻ ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യാതെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഡി എക്സ് ഇസ് ദ സെയിം ആസ് ഇൻ്റഗ്രൽ ഓവർ ആ സെയിം റേഞ്ച്, ഇവിടെ എന്താണോ റേഞ്ച് അത് തന്നെ ഇവിടെ കൊടുക്കുക എന്ന അർത്ഥത്തിൽ മാത്രം. സോ എഗെയിൻ ഇത് ക്യാപിറ്റൽ എഫ് എക്സും സ്മോൾ എഫ് എക്സും തമ്മിലുള്ള മറ്റൊരു റിലേഷനാണ്. നമുക്കിപ്പോൾ രണ്ട് റിലേഷൻസ് കിട്ടി. നോക്കിയേ, ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? സ്മോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ്. സ്മോൾ എഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ എഫ് എക്സ് എന്തായിരിക്കും? സ്മോൾ എഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും, അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു റിലേഷനാണ്. സോ ക്യാപിറ്റൽ എഫ് എക്സ് ഈസ് can be defined as p of x less than or equal to small x, which is obtained by integrating the PDF in that particular range. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയും പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ PDF and the CDF of a continuous random variable. So ഇവിടെ assumption എന്ന് പറയുന്നത് x is continuous. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് PDF-ൻ്റെ പ്രോപ്പർട്ടിയാണ്. PDF FX-ൻ്റെ പ്രോപ്പർട്ടി നമ്മളുടെ ഡിസ്ക്രീറ്റ് കേസിനോട് ഭയങ്കര സിമിലർ ആണ് ഇവിടെ പ്രോപ്പർട്ടി. ഡിസ്ക്രീറ്റ് കേസിലെ പ്രോപ്പർട്ടീസ് എന്തായിരുന്നു? ഒന്നാമത്തെ,
നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. നമ്മളിവിടെ എഫ് എക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്മോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് ക്യാപിറ്റൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ക്ലിയർലി പി ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിനോട് എക്സാക്ട്ലി സിമിലർ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു ഡിസ്ക്രീറ്റിൽ? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതായത് അവിടെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിനോട് സിമിലർ ആയിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്തായിരിക്കും? അവിടെ എവിടൊക്കെ നിങ്ങൾ സമ്മേഷൻ യൂസ് ചെയ്തോ അവിടെയെല്ലാം ഇൻറ്റഗ്രൽ യൂസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇൻറ്റഗ്രൽ ഓവർ എക്സ് എന്ന് വെച്ചാൽ എന്താണോ ആ റാൻഡം വേരിയബിളിൻ്റെ ടോട്ടൽ റേഞ്ച് അതിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി? നമ്മൾ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ പ്രോപ്പർട്ടി, അതായത് പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു integral a to b is equal to integral a to b fx dx. ഇതാണ് പി ഡി എഫിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടി എന്ത് വരും? സി ഡി എഫ് ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി സെയിം ആണ്. സി ഡി എഫും കണ്ടില്ലേ ഒരു പ്രോബിലിറ്റിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരിക്കും? മറ്റേടത്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ക്യാപിറ്റൽ എഫ് എക്സ് ഈസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അത് അതേപടി ഇവിടെയും കറക്റ്റ് ആണ്. ക്യാപിറ്റൽ എഫ് എക്സ് ഈസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ്. ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്. ആൻഡ് വാട്ട് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി? എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. നമ്മുടെ റേഞ്ച് എ മുതൽ ബി വരെയാണെങ്കിൽ എക്ക് മുന്നേയുള്ള എല്ലാ വാല്യൂസിൻ്റെയും എഫ് എക്സ് 0 ആയിരിക്കും. ബിക്ക് ശേഷമുള്ള എല്ലാ വാല്യൂസിൻ്റെയും എഫ് എക്സ് 1 ആയിരിക്കും. നമ്മളത് പ്രോബ്ലത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് അവിടുത്തെ സെയിം പ്രോപ്പർട്ടിയാണ്. പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പം ഇതാണ് നമ്മളുടെ 4 പ്രോപ്പർട്ടീസ്. ജസ്റ്റ് വിൽ ഗോ ഡു എ സ്മോൾ റീക്യാപ്പ് ഓഫ് വാട്ട് വി ഹാവ് ലേൺഡ് ടുഡേ. നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, എഗെയിൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്. അതായത് വി ഹാവ് എ റാൻഡം വേരിയബിൾ വിച്ച് ടേക്സ് വാല്യൂസ് ഇൻ ആൻ ഇൻ്റർവെൽ. ഇതേപോലെ ഒരു ഇൻ്റർവെല്ലിൽ വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. The distribution function is defined as x less than or equal to x. PDF can be obtained by differentiating the distribution function. In other words, if PDF can also be defined as the probability that the random variable lies in an infinitesimally small interval x, x plus delta x. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ സി ഡി എഫിനെ ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയുന്ന സി ഡി എഫിനെ ഇറ്റ് ഇസ് ഡിഫൈൻഡ് എസ് അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്, അല്ലെ ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്. സോ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നമ്മൾ എന്താ പറയുക, പി ഡി എഫിൻ്റെ ആക്ച്വലി പ്രോപ്പർട്ടിയാണത്. ദാറ്റ് പി എഫ് ഓഫ് എന്താണ്? പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് എഗെയിൻ പി ഡി എഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. സോ ക്യാപിറ്റൽ എഫ് എക്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഡി എഫിനെ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ, അല്ലെങ്കിൽ എന്താണോ എക്സിൻ്റെ മിനിമം വാല്യൂ അവിടെ മുതൽ എക്സ് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ യു ഗെറ്റ് സി ഡി എഫ്. അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ്? പി ഡി എഫിൻ്റെയും സി ഡി എഫിൻ്റെയും പ്രോപ്പർട്ടീസ്. സോ എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ പി ഡി എഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്?
0 less than or equal to fx less than or equal to 1, integral over x fx dx equal to 1, p of a less than or equal to x less than or equal to b is integral a to b fx dx. ഇനി സി ഡി എഫിലേക്ക് വരികയാണെങ്കിൽ സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടി സെയിം തന്നെയാണ്, ഡിസ്ക്രീറ്റിൻ്റെ സെയിം തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. സെക്കൻഡ് ഇസ് ഇറ്റ് ഈസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ്. തേർഡ് വൺ ഇസ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 and എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലൈസ് വിത്തിൻ എ റേഞ്ച് ഇസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. So go through all these. We will do certain problems in the next session. So thank you guys and bye.